ഹായ് ഫ്രണ്ട്സ്, ഇതെൻ്റെ ഒരു പൂനെയിലെ യാത്രയാണ് കേട്ടോ. എൻ്റെ ഇരിപ്പ് കണ്ടോ, ഒന്നിനും കൊള്ളാത്ത പോലെ ഇങ്ങനെ ഇരിക്കുക. വെയിലത്ത്, കഠിനമായ വെയിലത്ത് ഞാൻ അവിടെ ഇങ്ങനെ കുത്തിയിരിക്കുകയാണ്. എന്തിനാണെന്നറിയാം, എൻ്റെ മോളുടെ എക്സാം അകത്ത് നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഞാനിങ്ങനെ വെയിലിൽ ഇങ്ങനെ കാത്തിരിക്കുക അവൾക്ക് വേണ്ടി. പക്ഷേ പൂര വെയിൽ, അന്നത്തെ ദിവസം ഫുൾ വെയിൽ ഞാൻ കൊണ്ട് വൈകുന്നേരമായപ്പോഴത്തേക്കും ശരിക്കും ടാനടിച്ച്. അപ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന് ദാഹിച്ചപ്പോൾ അതുവഴിയാണെങ്കിൽ ഇങ്ങനെ കൈക്കും കൊണ്ട് പോകുന്ന കണ്ടിട്ട് എനിക്ക് ഒരുപാട് കൊതിയായിട്ട് ഞാനത് കുടിച്ച് കഴിഞ്ഞിട്ടുള്ള ഇതാണ് കേട്ടോ. അറിയാതെ മിസ്റ്റേക്കിലി ആദ്യം ഇതായിപ്പോയി. അപ്പോൾ ഇതിന് മുമ്പായിട്ട് പുള്ളി എനിക്കിങ്ങനെ എന്താ പറയുക പൊട്ടിച്ച് അതിൻ്റെ ജ്യൂസ് കുടിക്കാനായിട്ട് തന്നു കേട്ടോ. നല്ല നല്ല ഒരു പ്രത്യേക തണുപ്പുണ്ടായിരുന്നു. നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുന്ന തണുപ്പല്ല, ഇതിനുള്ളിലൊരു തണുപ്പെന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, കിഡു തണുപ്പായിരുന്നു. അങ്ങനെ എനിക്ക് ഒരു ഇത് കിട്ടി, കുടിച്ചു. പിന്നെ അവരതെനിക്കത് കട്ട് ചെയ്ത് തോന്നില്ലേ, അത് കഴിച്ചു. അടിപൊളിയായിരുന്നു. അപ്പോൾ വീണ്ടും ഇതുപോലെ പേരൻസും കുട്ടികളൊക്കെ കാത്തു നിൽപ്പുണ്ട് ഇങ്ങനെ വെളിയിൽ. ചിലവർക്ക് ടൈമിങ് കൊടുത്തേക്കുന്ന വേറൊരു ടൈമിങ്ങാണ്. അപ്പോൾ അവർക്ക് അതനുസരിച്ച് നിൽക്കുകയാണ് അവർ വന്ന് നിൽക്കുന്നു. 2 സെക്യൂരിറ്റി ഗാർഡ്സൊക്കെ ഉണ്ട്. അതുകൊണ്ടെങ്കിൽ ഇതൊരു ഗോയത്തെ എക്സാമാണ്. അപ്പോൾ ഇങ്ങനെ കുട്ടികൾക്ക് അപ്പോൾ ഞങ്ങൾ പിന്നെ എക്സാമൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഒരു ഓട്ടോറിക്ഷയിൽ കയറി അവിടുന്ന് യാത്ര തിരിച്ച് ഞങ്ങൾ ചേച്ചിയടുക്കിലേക്ക് പോയി. പോകുമ്പോൾ ഞങ്ങൾ ട്രെയിൻ കണ്ടു. അങ്ങനെ ഓരോരോ എന്ന് വെച്ചാൽ നാട്ടിലെ ഒരു വൈബ്, നമ്മുടെ എന്താ പറയുക, പൂനെയുടെ ഭാഗത്തെ വൈബും എല്ലാം സെയിം ഒരുപോലെ തന്നെയുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട അന്നത്തെ യാത്ര. കുറച്ച് വെയിൽ കൊണ്ടേണ്ടി വന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ യാത്ര ഞങ്ങൾ മുന്നേക്ക് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഞാൻ മോളും ഉണ്ട്. നല്ലൊരു യാത്രയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ടാറ്റാ, ബൈ.